വയനാട്ടിൽ കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. മാനന്തവാടി, വൈത്തിരി താലൂക്കുകളിലാണ് മഴക്കെടുതി രൂക്ഷം. അഞ്ചുകുന്ന്, വെള്ളരിവയൽ, മൊട്ടമ്മൽ ആദിവാസി നഗറിലെ 10ലേറെ കുടുംബങ്ങൾ വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ടു. നീരവിൽപ്പുഴയിലെ റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കുറ്റ്യാടി ചുരം വഴി വയനാട്ടിലേക്കുള്ള ഗതാഗതം നിരോധിച്ചു. കനത്ത മഴയെ തുടർന്ന് വൈത്തിരി, മാനന്തവാടി താലൂക്കുകളിലെ കോട്ടത്തറ, വെണ്ണിയോട്, മണിയങ്കോട് എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി. പനമരം പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് അഞ്ചുകുന്ന്, വെള്ളരിവയൽ, മൊട്ടമ്മൽ ആദിവാസി നഗറിലെ 10ലേറെ കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. പഞ്ചായത്ത് അധികൃതർ എത്തിയെങ്കിലും ക്യാമ്പിലേക്ക് മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെന്നാണ് പരാതി. വെള്ളം കയറിയ കുടുങ്ങാണ്ട് എന്താ, ഞങ്ങൾ പോയാൽ തന്നെ ഞങ്ങൾ ചോദിക്കാൻ വരെ ആരുമില്ല. ആർക്കും ചോദിക്കാനും അവർക്കും ഇങ്ങോട്ട് വരാനും പറ്റില്ല, ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനും പറ്റില്ല. കോഴിക്കോട് ബംഗളൂരു ദേശീയപാതയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പൊൻകുഴി ക്ഷേത്രത്തിനു സമീപം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. കബനി നദിയിലെ നീരൊഴുക്കിന് ശക്തി കൂടിയതോടെ കർണാടകയിലെ ബീച്ചനഹള്ളി ഡാം തുറന്നിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് വയനാട്ടിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചേത്തിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.